ഹലോ ഫ്രണ്ട്സ്, നമുക്ക് പത്മാസനത്തിലിരിക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ആദ്യം പത്മാസനത്തിൻ്റെ ഗുണങ്ങൾ പറയട്ടെ. നമ്മുടെ ഉദരഭാഗത്തെയും കൊഴുപ്പുകൾ കുറയ്ക്കുന്നു. കാലിൻ്റെ മസിൽസുകൾ, ലിഗമെൻസ്, തുടഭാഗത്തെ എല്ലാ ലിഗമെൻസിനും നല്ല ശക്തിയും ബലവും കിട്ടുന്നു. ഈ യോഗയിൽ നിന്ന് മാറുമ്പോൾ, യോഗ പോസ്റ്ററിൽ നിന്ന് മാറുമ്പോൾ, ആ യോഗയിലിരിക്കുന്ന ആ പൊസിഷനിൽ നിന്ന് മാറുമ്പോൾ നല്ല ഈ ലിഗമെൻസിനും മസിൽസിനും എല്ലാം നല്ല വിശ്രമം ലഭിക്കുന്നു. ഇത് ചെയ്യാവുന്നവർ എല്ലാവർക്കും ഇത് ചെയ്യാൻ മേല. ബൈ ബർത്ത് പലരുടെയും ശരീരം പലതരത്തിലാണ്. അപ്പം എല്ലാവർക്കും ഇത് ചെയ്യാം എന്ന് വിചാരിക്കേണ്ട. ചിലർക്ക് ഇതിന് അനുയോജ്യമായ ശരീരഘടനയായിരിക്കും, അവർക്ക് ഈസിയായിട്ട് ചെയ്യാം. ഇത് ബലം പ്രയോഗിച്ച് ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിച്ചാൽ ഉടനെ ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിച്ച് ഒരു ദഹനം ആയി ഒരുമാതിരി എംറ്റി സ്റ്റൊമക്കിലേ ചെയ്യാവുള്ളൂ. എല്ലാ യോഗയും എംറ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ് നല്ലത്. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം, ദർശനം കിഴക്കോട്ടായിരിക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കാലുകൾ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് വലത്തുകാലെടുത്ത് ഇടത് തുടയിലേക്ക് വെക്കുക. വെക്കുമ്പം ഈ കാലിൻ്റെ കാൽവെള്ള മലന്ന് മേളിലേക്കായിരിക്കണം, ഇടത് തുടയിലിരിക്കണം. ഈ ഇടത് കാലെടുത്ത് വലത് കാലിൻ്റെ തുടയിലേക്കും വെക്കണം. അതിൻ്റെയും കാൽവെള്ളം മേളിലായിരിക്കണം, മേളിലോട്ട്. എന്നിട്ട് ഇതുപോലെ ഈ മുദ്രയിൽ, ജ്ഞാനമുദ്രയിൽ കൈകൾ രണ്ടും വെച്ച് കണ്ണടച്ച് ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ ധ്യാനത്തിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല ആസനം ഇതാണ്. ഈ പത്മാസനത്തിൽ ഇരുന്നാണ് ധ്യാനത്തിലേക്ക് പോകേണ്ടത്. എന്നിട്ട് നോർമൽ ബ്രീത്തിങ്, കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കാവുന്നിടത്തോളം സമയം ഇരിക്കുക. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ആദ്യം വളച്ച് വെച്ച് ഓരോ കാലായിട്ട് പുറമേയുള്ള കാല് നീട്ടുക. ഈ കാലുകൾ നീട്ടുക. എന്നിട്ട് പുറകോട്ട് കൈ കുത്തുക. വിശ്രമിക്കുക. അക്കലേക്ക് നോക്കി നോർമൽ ബ്രീത്തിങ്, വിശ്രമിക്കുക. പത്മാസനത്തിൽ ഇരിക്കുമ്പോഴും നോർമൽ ബ്രീത്തിങ് ആണ്. ഇത് 8 വയസ്സുള്ള കുട്ടിയാണ്. 8 വയസ്സ് മുതൽ നമുക്ക് യോഗ ചെയ്യാം. പക്ഷേ 8 വയസ്സുള്ള കുട്ടികൾക്ക് ശ്വാസത്തിൻ്റെ റെഗുലേഷൻ പാടില്ല. ശ്വാസം പിടിച്ചു വെക്കുകയോ ശ്വാസം വിടുന്നതിൽ ഉള്ള ആ ശ്വസനക്രിയ കൊച്ചു കുട്ടികൾ, ഇപ്പോൾ ഒരു 12 വയസ്സ് താഴെയുള്ളവർ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ദീർഘമായി ശ്വാസം എടുക്കുക, ദീർഘമായി ശ്വാസം വിടുക. അങ്ങനെയാണ് എല്ലാ ആസനങ്ങളും ചെയ്യുന്നത്, മിക്കവാറും എല്ലാം തന്നെ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 12 വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ അവരുടെ ലങ് കപ്പാസിറ്റി കൂട്ടും. ലങ് കപ്പാസിറ്റി കൂട്ടുന്നത് നമുക്ക് ലങ്സിൽ ആൽവിയോളൈ ഉണ്ട്, അത് വികസിച്ചിട്ടാണ് ലങ് കപ്പാസിറ്റി കൂടുന്നത്. പക്ഷേ ഒരു 8 വയസ്സിൽ താഴെയുള്ള കുട്ടി അങ്ങനെ ചെയ്താൽ അവർക്ക് ആൽവിയോളൈ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ധാരാളം ആൽവിയോളൈ ലങ്സിൽ ഉണ്ടാകുന്നേ ഉള്ളൂ. അപ്പോൾ അത് ആൽവിയോളൈ ഇതുപോലെ ദീർഘമായിട്ട് ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും പ്രാണായാമങ്ങളൊക്കെ ചെയ്യുമ്പം ആൽവിയോളയുടെ എണ്ണം കുറയും. ആൽവിയോളൈ വികസിക്കുന്ന എണ്ണം കുറയും. അപ്പോൾ ലങ് കപ്പാസിറ്റി കുറയും. ശ്വാസകോശത്തിൻ്റെ ശക്തി കൂടുന്നത് ധാരാളം ആൽവിയോളൈ വരികയും അത് പിന്നെ പ്രായം ഒരു 10-12 വയസ്സ് കഴിയുമ്പോൾ വികസിക്കുകയും ചെയ്യുമ്പോഴാണ്. ഓക്കെ.